പലപ്പോഴും കൊളസ്ട്രോൾ നോക്കി കൊളസ്ട്രോൾ നോർമൽ ആയതുകൊണ്ട് ഞാൻ വളരെ സേഫാണ്, ഹൃദയ സംബന്ധമായ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള ഒരു ധാരണയൊക്കെ പലർക്കും ഉണ്ടാകാറുണ്ട്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഒരുപക്ഷെ നമ്മൾക്ക് സാധാരണഗതിയിൽ ചെയ്യുന്ന ഇത്തരത്തിലുള്ള കൊളസ്ട്രോളിനേക്കാൾ നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ 3 മടങ്ങ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കൊളസ്ട്രോളിനേക്കാൾ 3 മടങ്ങ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ചില പ്രത്യേകതരം ടെസ്റ്റുകൾ നിങ്ങൾ സാധാരണഗതിയിൽ ചെയ്യാനിടയില്ലാത്ത ടെസ്റ്റുകളുണ്ട്. അത്തരത്തിലുള്ള ടെസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈ സെൻസിറ്റിവിറ്റി CRP എന്ന് പറയുന്ന ടെസ്റ്റ്. ഹൈ സെൻസിറ്റിവിറ്റി CRP എന്ന് പറയുന്ന ടെസ്റ്റ് ഒരു പക്ഷേ ഹൃദയാഘാതം വരുന്നതിന് എത്രയോ കാലം മുമ്പ് തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ളൊരു പിക്ചർ നമുക്ക് തരാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഹോമോസിസ്റ്റീൻ്റെ അളവ് നിങ്ങൾ പലപ്പോഴൊക്കെ നോക്കുന്നതും വളരെ ഗുണപ്രദമാണ്. പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഫാമിലിയിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അത് വരാൻ സാധ്യത കൂടുതൽ ഉള്ള ആൾക്കാരൊക്കെ ഈ ഹൈ സെൻസിറ്റിവിറ്റി CRP ടെസ്റ്റും അതുപോലെ തന്നെ ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്ന ടെസ്റ്റൊക്കെ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും. അതേപോലെ കൊളസ്ട്രോളിൽ തന്നെ ലിപ്പോപ്രോട്ടീൻ A എന്ന് പറയുന്ന LPA എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നിങ്ങളത് പ്രത്യേകം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലാബിലും ഇപ്പം പ്രധാനപ്പെട്ട ലാബിലൊക്കെ അതിൻ്റെ സൗകര്യം ഉണ്ടാവും. LPA എന്ന് പറയുന്ന ടെസ്റ്റാണ് നിങ്ങൾ കൊളസ്ട്രോളിനേക്കാൾ മുമ്പേ ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുക. ശരിയായ രീതിയിൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ റിഫൈൻഡ് കാർബ്, പഞ്ചസാരയും പഞ്ചസാര കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളും പൂർണ്ണമായിട്ട് വർജിക്കുക. അത്തരത്തിലുള്ള ശരിയായ രീതി, ഹൃദയത്തിന് അനുസൃതമായ രീതിയിലുള്ള ശരിയായ വ്യായാമങ്ങൾ, കാർഡിയാക് എക്സസൈസുകൾ, റെഗുലറായിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുക. പുകവലി, മദ്യപാനം പോലെയുള്ള കാര്യങ്ങളൊക്കെ വർജിക്കുക. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വഴി നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ രക്തക്കുഴലിനുണ്ടാകുന്ന ബ്ലോക്കുകളെ ഒരു വലിയ പരിധി വരെ മാറ്റാൻ വേണ്ടി കഴിയും.